നമസ്കാരം. US തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയിരിക്കുകയാണ്. കേവലം ഒരു യുദ്ധഭീതി അത് അമേരിക്കയിൽ ഉണ്ടായാൽ പോലും അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ എത്രമാത്രം ബാധിക്കുമെന്നത് ഏറ്റവും നല്ല ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനും അമേരിക്ക തയ്യാറാകാൻ സാധ്യതയുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതോടെ ഏറ്റവും അധികം ആവേശത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. കാരണം ട്രംപുമായുള്ള വ്യക്തിപരമായിട്ടുള്ള അടുപ്പം ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് തങ്ങൾക്ക് ശക്തി പകരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടൽ. ഇറാന്റെ ഉന്നത സൈനിക കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് മിന്നൽ ആക്രമണത്തിലൂടെ അമേരിക്ക വധിച്ചത് ട്രംപിൻ്റെ ഭരണകാലത്തായിരുന്നു. അതേ ട്രംപ് ഇപ്പോൾ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ നെതന്യാഹുവിൻ്റെ ആത്മവിശ്വാസം ഇപ്പോൾ കൂടുതൽ വർദ്ധിക്കും എന്ന കാര്യം സ്വാഭാവികമാണ്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആ കണക്കുകൂട്ടലുകൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പുതിയ ഈ ലോകക്രമത്തിൽ തന്നെ ഒരു യുദ്ധം നടത്തി വിജയിക്കാനുള്ള ശേഷി അമേരിക്കയെ സംബന്ധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജോ ബൈഡൻ ഭരണകൂടവും അതിന് തയ്യാറാകാതെ ഇരുന്നത്. ഈ സ്ഥാനത്ത് ഇപ്പോൾ ട്രംപ് അധികാരമേറ്റാലും ഈ ഒരു പോളിസിയിൽ നിന്നും മാറ്റം വരുത്താൻ ട്രംപിനും സാധിക്കുകയില്ല. നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധം പോലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു വലിയ ആഘാതം അത് വളരെ വലുതാണ്. കാരണം അവരുടെ ആയുധ കലവറയും ഇപ്പോൾ ശൂന്യമായി തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയും അതോടൊപ്പം തന്നെ അവരുടെ സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോയുമാണ് യുക്രൈനെ മുൻനിർത്തിക്കൊണ്ട് റഷ്യക്കെതിരെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. അവിടെ ഉപയോഗിക്കപ്പെട്ട ആയുധങ്ങളിൽ ബഹുഭൂരിപക്ഷവും അമേരിക്ക, ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടേതാണ്. 2025 ജൂലൈ ആകുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന് 3 വർഷം തികയുകയാണ്. നവംബർ ആദ്യവാരം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതുവരെ 5 ലക്ഷത്തിലധികം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ചുരുങ്ങിയത് 1 ലക്ഷം യുക്രൈൻ സൈനികർ പലായനം ചെയ്തതായിട്ടും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് നാറ്റോ സൈനിക ശക്തികളുടെ ആയുധ നഷ്ടവും. ഈ സാഹചര്യത്തിൽ ട്രംപ് ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് യുക്രൈനുള്ള സഹായം വെട്ടിക്കുറയ്ക്കുക എന്നത് തന്നെയായിരിക്കും. അതാകട്ടെ ഇതിൽ നിന്നും ഇപ്പോൾ വ്യക്തവുമാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ യുക്രൈൻ അമേരിക്കയെ കൊള്ളയടിക്കുകയാണെന്ന തരത്തിലാണ് ട്രംപ് അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നത്. അമേരിക്കയുടെ പിൻബലമില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ യുക്രൈന് സാധിക്കാത്തതിനാൽ ട്രംപ് പറയുന്ന ഏത് സമവായ ചർച്ചയ്ക്കും യുക്രൈനെ വഴങ്ങേണ്ടതായിട്ട് വരികയും ചെയ്യും. റഷ്യയുമായി ഒരു ഘട്ടത്തിൽ പോലും സംഘർഷം ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പലവട്ടം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകളും ശരിക്കും ലോകത്തിൽ വളരെ നിർണായകമായിരിക്കും. എന്നാൽ ട്രംപ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന നിലപാടാണ് പുടിനുള്ളത്. വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള വ്യക്തിയായിട്ട് പോലും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ എത്തിയതിന് വലിയ പ്രാധാന്യമൊന്നും റഷ്യ കൊടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് 3 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ യുക്രൈനെ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാനാണ് റഷ്യ പദ്ധതികൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു മുൻപ് ട്രംപ് മുൻകൈയെടുത്ത് ഒരു സമവായ ചർച്ച നടത്തിയെങ്കിലും റഷ്യ പറയുന്ന ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ച ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടായിരുന്നു. ട്രംപിന് വലിയ പ്രാധാന്യം കൊടുത്ത് ആളാകാനും റഷ്യ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. വ്യക്തി താല്പര്യമല്ല, രാജ്യ താല്പര്യമാണ് വലുതെന്നാണ് പുടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട്. റഷ്യയുടെ ഈ കരുതലോടെയുള്ള പ്രതികരണം അത് ഇറാനോടുള്ള കരുതൽ കൂടിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ട്രംപിൻ്റെ അടുപ്പം ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് കാരണമായാൽ അതിൽ ഉറപ്പായിട്ടും റഷ്യ ഇടപെടുമെന്ന് തന്നെയാണ് പുടിൻ ഭരണകൂടത്തിൻ്റെ നിലപാട്. ഇത് വിവിധ റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യയും ഉത്തര കൊറിയയും നിലവിൽ പുതിയ സൈനിക കരാറിൽ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുകയാണ്. ഈ ഒരു കരാർ പ്രകാരം പരസ്പരമുള്ള സൈനിക സഹായമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിന് സമാനമായിട്ടുള്ള ഒരു കരാർ ഇറാനും റഷ്യയുമായിട്ട് ഉണ്ടാക്കുമെന്ന അഭ്യൂഹവും ഇപ്പോൾ നിലവിൽ ശക്തമാണ്. റഷ്യൻ ചേരിയിൽ അതിശക്തമായിട്ട് ഉറച്ചു നിൽക്കുന്ന 2 രാജ്യങ്ങളാണ് ഉത്തര കൊറിയയും അതോടൊപ്പം തന്നെ ഇറാനും. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ
അമേരിക്ക എങ്ങാനും ഇടപെട്ടാൽ നേരിട്ട് ഇടപെടുമെന്നതാണ് റഷ്യയുടെ നയവും. അത് ഇതിനോടകം തന്നെ റഷ്യൻ വിദേശകാര്യ മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു. റഷ്യ ഇടപെടുന്നതിന് മുൻപ് തന്നെ ഉത്തര കൊറിയയും അതോടൊപ്പം തന്നെ ഇറാന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങുമെന്ന കാര്യവും ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. തീരുമാനങ്ങൾ എടുക്കാൻ അധികം ചിന്തിക്കാത്ത ഭരണാധികാരിയാണ് ശരിക്കും ഉത്തര കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ. അതുകൊണ്ട് തന്നെയാണ് 2019 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പോലും കിം ജോങ് ഉന്നുമായിട്ട് ഒരു സമവായ ചർച്ചയ്ക്കായിട്ട് തയ്യാറായി ഓടിപ്പാഞ്ഞ് ഉത്തര കൊറിയയിലേക്ക് എത്തിയത്. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും വേർതിരിക്കുന്ന അതീവ സുരക്ഷാ മേഖലയിലായിരുന്നു കിമ്മും ട്രംപുമായിട്ട് ആദ്യ കൂടിക്കാഴ്ച നടന്നിരുന്നത്. ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള ആ ഒരു വലിയ സംഘർഷം അതൊടുവിൽ ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ അത് അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു വെക്കുന്നതിൽ വരെ കാര്യങ്ങളെല്ലാം തന്നെ എത്തിയപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് കിം ജോങ് ഉന്നിനെ അനുനയിപ്പിക്കാനായിട്ട് അവിടേക്ക് നേരിട്ട് ഇറങ്ങി രംഗത്തെത്തിയത്. ആ ഉത്തര കൊറിയ ഇപ്പോൾ അമേരിക്കയുമായിട്ട് വലിയ സുഖത്തിലല്ല. ഐക്യരാഷ്ട്രസഭയെപ്പോലും മറികടന്ന് സമാന്തര ഉപരോധം കൊണ്ടുവരാൻ അമേരിക്ക ശ്രമം നടത്തിയതാണ് ശരിക്കും ഉത്തര കൊറിയയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. റഷ്യയുമായിട്ട് സൈനിക കരാർ ഉണ്ടാക്കിയതും ഉത്തര കൊറിയയുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ട്രംപ് ഇനിയും ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നത് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ കെണിയിൽ വീണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക എങ്ങാനും പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും റഷ്യ മാത്രമല്ല ഉത്തര കൊറിയയുടെ ഭീഷണിയും ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരിടേണ്ടതായിട്ട് വരും. ചൈനയെ സംബന്ധിച്ച് അവർ ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എങ്കിലും ഇറാനെതിരെ അമേരിക്ക ഇടപെടുമെന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചൈനയും നോക്കി നിൽക്കില്ല, ചൈനയ്ക്കും ഇടപെടേണ്ടതായിട്ട് വരും. ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാരണം കേവലം ഒരു യുദ്ധഭീതി അത് അമേരിക്കയിൽ ഉണ്ടായാൽ പോലും അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ, സാമ്പത്തിക അടിത്തറയെ എത്രമാത്രം ബാധിക്കുമെന്നത് ജോ ബൈഡൻ അറിയില്ലെങ്കിൽ പോലും നല്ലൊരു ബിസിനസ്സുകാരനാണ് ട്രംപിന് അത് എന്തായാലും വളരെ വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനും തീർച്ചയായിട്ടും അമേരിക്ക തയ്യാറാകാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, പ്രഖ്യാപിത ആണവ രാജ്യമല്ലെങ്കിലും ഇറാനും ആണവായുധ ശേഖരമുണ്ട് എന്നത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയാണ്. ശക്തനായിട്ടുള്ള സുപ്രീം പവർ നിയന്ത്രിക്കുന്ന ഇറാൻ സൈന്യവും കരുത്തുറ്റ ഒരു സേനയാണ്. നിരവധി യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള ഒരു സൈന്യം കൂടിയാണ് ഇറാനിനുള്ളത്. ഇപ്പോഴേ യുദ്ധസജ്ജമായിട്ട് നിൽക്കുന്ന ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതും ഇപ്പോൾ പ്രഖ്യാപിതമാണ്. പലസ്തീനിലെ കൂട്ടക്കുരുതി മുതൽ ഹിസ്ബുള്ള, ഹമാസ് തലവന്മാരുടെ കൊലപാതകങ്ങൾ വരെ തീർക്കാൻ ഒരുപാട് കണക്കുകൾ ഇറാന് മുന്നിലുണ്ട്. തിരിച്ചടിക്കാനാണെങ്കിൽ ഇസ്രായേലും തയ്യാറായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രംപ് വന്നാലും ഒരു കണക്കുകളും തീർക്കാതെ വിടില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും എല്ലാം തന്നെ. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ചിന്നിച്ചിതറപ്പെട്ട ഈ ഗ്രൂപ്പുകൾ നിലവിൽ കൂടുതൽ ശക്തമായിട്ട് സംഘടിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമുള്ള ഒരു നീക്കം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങളുമായിട്ടുള്ള കൂടുതൽ കപ്പലുകൾ ഉടൻ തന്നെ ഇറാനിലെത്തുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ പശ്ചിമേഷ്യ ഇപ്പോൾ ആകെ സംഘർഷഭരിതമായി കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.